അവളെ എവിടുന്നാ തമ്പുരാനാ വെച്ച ആ മുണ്ടല്ലേ ആ പേരക്കുട്ടി ഉറങ്ങുണ്ട് അന്നെ അലറേണ്ടി വരും ഞാൻ അങ്ങോട്ട് വരാം. ആന അലറിയേ പോത്താറിലുണ്ട് ഞാൻ വരാം. ഇന്ന് ഞാൻ എന്ത് കട്ടക്കാലായിട്ടാ നിൽക്കണു? കേട്ടോക്ക എന്താണ് മഞ്ചേരിയില് തുഞ്ചത്ത് ബാബു എത്തോ വരുന്നുണ്ട് പറഞ്ഞു. ആരാണ്? മഞ്ജു വാര്യരും കുഞ്ചാക്കോ ബോബനും വരുന്നുണ്ട് എന്നാണ്. തന്നെ തൊണ്ടയാടുള്ള മൈജിയില് തൊണ്ടന്റെ ഇടയില് ബജ്ജി കുടുങ്ങിക്കേ. അപ്പൊ എത്തിച്ച് കാറ്റിയാ മുങ്ങി. ഞാൻ ഒറ്റ കേസ് ഞാൻ അതിവിടെ കേൾക്കണ്ടല്ലോ. ആ എനിക്ക് പഞ്ചുണ്ട് തോന്നുന്നു. നിൽക്കോലി MIG ഫ്യൂച്ചർ മിച്ചറേനി ഇന്നത്തെ ആദ്യം ചെലക്കണ്ട. ഞാൻ ബജ്ജാണ് കരുതിയാണ്ട് ആകെ മേടിച്ചു പോയേ. എത്തച്ച് കാട്ടണോ തെസ്പിയല്ലേ? തൊണ്ടയാട് മൈജി വരുന്നോണ്ട് ഞമ്മക്ക് എന്താ ഗുണം എന്ന് എനിക്കറിയോ? കേരളത്തിൽ ഏറ്റവും വലിയ ഹൈടെക് സർവീസ് സെന്റർ അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. മൈജി കെയർ. അലക്സാണ്ടർ വരുന്നുണ്ട് ബജ്ജി ഉണ്ടാക്കാനോ? ഹയർ അലക്സാണ്ടർ അല്ലേ ബജ്ജി ഉണ്ടാക്കാൻ വരില്ല മൈജിക്ക് എല്ലാതെ. എന്തേ ഫോൺ എടുക്കാ പോയി? എവിടേക്കാ അത് പോയി? ഇതാക്കണു എന്നാ എന്റെ ഫോണ്. എന്തേ നോലോളിച്ച് പോകണ്ട, ഞാൻ ശരിയാക്കി തരാം. നീർക്കൊല്ലിയേ ഈ മൊബൈൽ വെച്ചിട്ട് പെരിക്കാട് പോകാൻ പറ്റില്ല. ഇത് പറഞ്ഞോടത്ത് മാങ്ങി തരില്ല, ഇതിന്റെ കേട് മാറ്റി തരാം. ആര് സത്യം? മൈജി കെയർ സത്യം. തന്നെ തീരെ വിശ്വാസം. എനിക്ക് വിശ്വാസം എന്റെ ഒപ്പം പോരെ, ഞാൻ കാണിച്ചു തരാലോ. പറഞ്ഞേ സെപ്റ്റംബർ 20 ശനിയാഴ്ച. പടച്ചമ്പുരാനെ എത്ര കോയത് മൈജിന്റെ മാളോ? അതന്നെയല്ല എന്നോട് ഞാൻ പറഞ്ഞു നടക്കേ. നീർക്കൊല്ലിയേ ഇതാണ് ഇവരെ സർവീസ് സെന്റർ. ഇതെത്താ മൊബൈൽ ഫോണിന്റെ ആശുപത്രിയോ? അതെന്താ അങ്ങനെ ചോദിച്ചാൽ? അല്ല നിങ്ങളെ ഡ്രസ് കണ്ടു വെച്ചാണ്. ഇതൊരു EST പ്രൊട്ടക്റ്റഡ് ലാബാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു സ്റ്റാറ്റിക് വോൾട്ടേജ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന സമയത്തേക്ക് ഈ സ്റ്റാറ്റിക് വോൾട്ടേജ് മൊബൈൽ ഫോണിന്റെ മദർ ബോർഡ് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഡാമേജ് ആക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊരു സഡൻ ഡെത്ത് ആയിരിക്കില്ല, ഒരു സ്ലോ ഡെത്ത് ആയിരിക്കും. ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുള്ള് പ്രിവെൻഷനോടുകൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള സന്നാഹങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല സെറ്റപ്പിലെ പരിപാടി. അത് മാത്രല്ല ശ്രദ്ധിച്ചോ, ഓരോ ടെക്നീഷ്യന്റെ അടുത്ത് സെപ്പറേറ്റ് ക്യാമറയാണ്. എന്തുണ്ടെങ്കിലും നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ആണോക്കാം കാലം പോയൊരു പോക്കിലെ കോയെ. ചങ്കള നമ്മൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് തൊണ്ടയാടുള്ള മൈജി ഫ്യൂച്ചറിലുള്ള മൈജി കെയറിലാണ്. ഇവിടെ ഫോൺ മാത്രമല്ല കേട്ടോ സർവീസ് ചെയ്യണത്, എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷോപ്പിന്റെ വലിപ്പം കണ്ട് നിങ്ങൾ ബേജാറാൻ നിൽക്കണ്ട, നോർമൽ റേറ്റിനാണ് ഇവര് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല നെക്ക് ബാൻഡ്, ഇയർബഡ്, സ്മാർട്ട് വാച്ച് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വീട്ടിലുള്ള എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങൾ കംപ്ലൈന്റ് ആയി കിടക്കണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് കൊടുത്തു കൊടുത്തോളി, നമ്മളെ തൊണ്ടയാട് മൈജി ഫ്യൂച്ചറിലുള്ള മൈജി കെയർക്ക്.